നാൻസി എഡിസനെ ചുറ്റുപാടും മിഡ്വൈഫുമാരാൽ ചുറ്റപ്പെട്ട് അവളുടെ നവജാത മകനെ തൊട്ടിലിൽ കിടത്തുമ്പോൾ അവളുടെ മുഖം ക്ഷീണവും സന്തോഷവും കൊണ്ട് തിളങ്ങുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. കൗമാരക്കാരനായ ഒരു യുവാവ് തകർന്ന ക്ലോക്ക് ഉത്സാഹത്തോടെ വേർപെടുത്തുന്ന അതിന്റെ ഗിയറുകളും സ്പ്രിംഗുകളും പരിശോധിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ആവേശത്താൽ തിളങ്ങുന്ന ഒരു കുഴപ്പമുള്ള വർക്ക് ബെഞ്ച്. 1862 തീപ്പൊരികൾ പറന്നുയരുകയും സന്ദേശങ്ങൾ വായുവിലൂടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമ്പോൾ തോമസ് വിസ്മയഭരിതനായി നിൽക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷന്റെ അത്ഭുതത്തിന് ആദ്യമായി സാക്ഷ്യം വഹിക്കുമ്പോൾ അവന്റെ മനസ്സ് സാധ്യതകളാൽ അലയടിക്കുന്നു. തോമസ് രാത്രി മുഴുവൻ അശ്രാന്തമായി ജോലി ചെയ്യുന്നു. തന്റെ സൃഷ്ടികളിലൂടെ ലോകത്തെ മാറ്റാൻ ദൃഢനിശ്ചയത്തോടെ തന്റെ നോട്ട്ബുക്കിൽ ജ്വരമായി എഴുതുമ്പോൾ അവന്റെ കണ്ടുപിടുത്തങ്ങളുടെ മൃദുലമായ തിളക്കത്താൽ അവന്റെ സിലൗറ്റ് പ്രകാശിക്കുന്നു. 1879 തോമസ് തന്റെ ലൈറ്റ് ബൾബിന്റെ തിളങ്ങുന്ന ഫിലമെന്റ് വിജയത്തോടെ ഉയർത്തിപ്പിടിച്ചു. ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്ന തന്റെ ആജീവനാന്ത സ്വപ്നം സാക്ഷാത്കരിച്ചുവെന്നറിയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. തോമസ് തന്റെ ലബോറട്ടറിയുടെ തിരക്കേറിയ ഇടനാഴികളിലൂടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു. അവന്റെ സാന്നിധ്യം ബഹുമാനം നൽകുന്നു. അവൻ തന്റെ മിടുക്കരായ മനസ്സുകളുടെ ടീമിനെ മേൽനോട്ടം വഹിക്കുന്നു. ഓരോരുത്തരും അവന്റെ ദർശനങ്ങൾക്ക് ജീവൻ പകരാൻ അശ്രാന്തമായി പരിശ്രമിക്കുന്നു. 1877 തോമസ് സ്റ്റേജിൽ നിൽക്കുന്നു. കയ്യിൽ ഒരു ചെറിയ സിലിണ്ടർ ഫോണോഗ്രാഫിന്റെ കൊമ്പിൽ സംസാരിക്കുമ്പോൾ സാങ്കേതികവിദ്യയുടെ അത്ഭുതകരമായ പ്രദർശനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുറിയിൽ പ്രതിധ്വനിച്ചു. തന്റെ കണ്ടുപിടുത്തങ്ങൾ തലമുറകൾക്ക് ശാശ്വതമായ ഒരു പൈതൃകം അവശേഷിപ്പിക്കുമെന്ന് അറിയുന്ന തോമസിന്റെ മുഖം തന്റെ ജീവിതകാലത്തെ നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ നിശ്ചയദാർഢ്യവും വിവേകവും കൊണ്ട് പതിഞ്ഞിരുന്നു. 1931 ഒക്ടോബർ 18 തോമസിന്റെ മുഖം ഇപ്പോൾ വൃദ്ധനും ക്ഷീണിതനുമാണ്. പക്ഷേ ഇപ്പോഴും പ്രതിഭയുടെ തീപ്പൊരി വഹിക്കുന്നു. അവൻ അവസാന ശ്വാസം എടുക്കുമ്പോൾ തന്റെ തിളക്കത്താൽ എന്നേക്കുമായി മാറിയ ഒരു ലോകത്തെ വിട്ടുപോയി. തന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ പുനർനിർമ്മിച്ച ഒരു മനുഷ്യനോട് വിട പറയുമ്പോൾ വിലപിക്കുന്നവരുടെ മുഖങ്ങൾ അവനെ അറിയുന്ന എല്ലാവരുടെയും ഹൃദയത്തിലും മനസ്സിലും ജീവിക്കുന്ന അവന്റെ പാരമ്പര്യം ലബോറട്ടറി ജാലകം പുരോഗതിയുടെ പ്രകാശത്താൽ പ്രകാശിതമായ ഒരു ലോകത്തെ വെളിപ്പെടുത്തുന്നു. തോമസ് എഡിസന്റെ പ്രതിഭയുടെ സ്ഥായിയായ ചൈതന്യത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടു.